ഹായ് ഗായ്സ്, ഗലിബ്രന്ന് വീഡിയോ ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 11th വീക്ക് ഒഫീഷ്യലിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് രാത്രി 11 മണി വരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ എവിക്ഷൻ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള 6 പേരാണ്. അക്ബർ, നൂറ, നെവിൻ, ലക്ഷ്മി, ഷാനവാസ്, ആര്യൻ. ഈ 6 പേരിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ എന്ന ആപ്പിൽ കയറി മാത്രം വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ വോട്ട് ആ മത്സരാർത്ഥിക്ക് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതൊരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണെന്ന് കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രേക്ഷക പിന്തുണ സോഷ്യൽ മീഡിയ കൂടെ ലഭിക്കുന്ന പിന്തുണയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വോട്ടിംഗ് ആണ്. അതുകൊണ്ട് വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ന് രാത്രി 11 മണി വോട്ടിംഗ് സെറ്റിൽ 1ാം പൊസിഷൻ അത് നൂറയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. വോട്ടിങ്ങിൻ്റെ തുടക്കം തന്നെ 1ാം പൊസിഷൻ പിടിച്ചെടുക്കാൻ നൂറയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 6450 എന്ന കൂറ്റൻ വോട്ടിൻ്റെ ബലത്തിലാണ് 1ാം പൊസിഷൻ പിടിച്ചെടുത്തിരിക്കുന്നത്. 2ാം പൊസിഷനിൽ ആര്യനാണുള്ളത്. ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് 2ാം പൊസിഷനിലേക്ക് ആര്യൻ കടന്നു വന്നിരിക്കുന്നത്. പ്രേക്ഷക പിന്തുണ ആര്യന് കൂടിയതിൻ്റെ ഒരു സൂചനയാണ് ഇത്തവണ 2ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 6025 വോട്ട് നേടി നൂറയുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ആര്യൻ തുടക്കം തന്നെ. 3ാം പൊസിഷനിൽ ഷാനവാസ് ആണുള്ളത്. ഷാനവാസിന് വോട്ടിങ്ങിന് തുടക്കം ഒന്ന് പതറിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ സാധാരണ നല്ലൊരു മുന്നേറ്റം നടത്തുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇപ്പോൾ 3ാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. ആര്യനുമായിട്ട് ചെറിയൊരു വോട്ടിന് വ്യത്യാസത്തിലാണ് തൻ്റെ പൊസിഷൻ ഒന്ന് 3ാം പൊസിഷനിലേക്ക് വീണു പോയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ 5998 വോട്ട് നേടി 3ാം പൊസിഷനാണുള്ളത്. 4ാം പൊസിഷനിൽ അക്ബർ ആണുള്ളത്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്താൻ ഇതുവരെയും അക്ബറിന് സാധിച്ചില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം 4ാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. 5809 വോട്ട് നേടിയാണ് ഇപ്പോൾ അക്ബർ 4ാം പൊസിഷനിൽ നിലനിർത്തിയിരിക്കുന്നത്. 5ാം പൊസിഷനിൽ ലക്ഷ്മിയാണുള്ളത്. ഇതാദ്യമായിട്ടാണ് ലക്ഷ്മി ഒരു വോട്ടിങ്ങിൻ്റെ തുടക്കം തന്നെ പിന്നിലേക്ക് വരുന്നത്. ഇതൊരു ഡേഞ്ചർ പൊസിഷൻ തന്നെയാണ്. കാരണം 6 പേരേ ഉള്ളൂ. ഇപ്പോൾ 5421 വോട്ടാണ് ലക്ഷ്മിക്ക് നേടാൻ സാധിച്ചത്. വരും മണിക്കൂറുള്ള വോട്ടിംഗ് നിർണായകമാണ്. 6ാം പൊസിഷനിൽ നെവിനാണുള്ളത്. നെവിൻ ഒരു ഡേഞ്ചർ സോണിലാണ് വോട്ടിങ്ങിൻ്റെ തുടക്കം തന്നെ. ഈ തവണ ആര് പുറത്തു പോകുമെന്നൊക്കെ വരും മണിക്കൂറുള്ള വോട്ടിംഗ് ആണ് നിർണ്ണയിക്കുക. ഇപ്പോൾ 5008 വോട്ട് നേടി നെവിൻ 6ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിൽ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. താങ്ക് യു.